ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ പാലക്കാടും ചേലക്കരയും വയനാടും മാത്രമായിരുന്നു ഇലക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ സുപ്രധാനമായ രണ്ട് സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് മഹാരാഷ്ട്രയാണ്, ഒന്ന് ജാർഖണ്ഡാണ്. രണ്ട് സംസ്ഥാനവും ദേശീയ തലത്തിലുള്ള രണ്ട് പാർട്ടികൾക്കും രണ്ട് മുന്നണികൾക്കും വളരെ നിർണായകവുമായിരുന്നു. മഹാരാഷ്ട്ര ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹായുതി ഗവൺമെൻറ്റാണ്. മഹായുതി എന്ന് പറയുമ്പോഴത്തേക്കും BJP, പിന്നെ ശിവസേനയെ ഭിന്നിപ്പിച്ചിട്ട് ശിവസേനയിലെ ഷിൻഡെ വിഭാഗം, പിന്നെ NCP ഭിന്നിപ്പിച്ച് NCPയിലെ അജിത് പവാർ വിഭാഗം, ഇവർ ചേർന്നാണ് മഹാരാഷ്ട്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മഹാവികാസ് അഘാഡിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ശിവസേനയും NCPയും പിളർന്നിട്ടില്ലായിരുന്നു. ശിവസേനയും NCPയും പിന്നെ BJP പിളർത്തിയിട്ടാണ് അവിടുത്തെ സംസ്ഥാന ഭരണം പിടിക്കുന്നതും. ശിവസേനയിലെ ഷിൻഡെക്ക് മുഖ്യമന്ത്രി സ്ഥാനവും ദേവേന്ദ്ര ഫഡ്നാവിസിന്, മുൻ മുഖ്യമന്ത്രിയായിരുന്നു ദേവേന്ദ്ര ഫഡ്നാവിസിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനം ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയും ഹേമന്ത് സോറൻ്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും പിന്നെ കോൺഗ്രസും ചേർന്നാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സഖ്യവും ചേർന്നാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ആയിരുന്നു പ്രധാനപ്പെട്ട പ്രതിപക്ഷം. ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് നിയമസഭ ഇലക്ഷൻ നടന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിയമസഭ ഇലക്ഷൻ വളരെ നിർണായകമാണ്. മഹാരാഷ്ട്ര വലിയൊരു സംസ്ഥാനമാണ്. മാത്രമല്ല ഒരുപാട് MLAമാരും ഒരുപാട് രാജ്യസഭാ സീറ്റുകളുമുള്ള ഒരു സംസ്ഥാനമാണ്. ജാർഖണ്ഡ് അതുപോലെ തന്നെ സുപ്രധാനമായ ഒരു സംസ്ഥാനമാണ്. ഇതിൽ നേരത്തെ രണ്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭ ഇലക്ഷൻ നടന്നായിരുന്നു. ഒന്ന് ഹരിയാനയും ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. ഹരിയാന BJP നിലനിർത്തി, ജമ്മു ആൻഡ് കാശ്മീർ പിന്നെ നാഷണൽ കോൺഫറൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം വിജയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെയല്ല ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ കാര്യം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയ സംസ്ഥാനം മഹാരാഷ്ട്രയായിരുന്നു. മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെട്ട സീറ്റുകളാണ് UPയേക്കാൾ BJPക്ക് ഏറെ വിഷമം ഉണ്ടാക്കിയത്. മഹാരാഷ്ട്രയിൽ സീറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത്തവണയും BJP ഒറ്റയ്ക്ക് ഭരിച്ചേനെ. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര എന്ത് വിധേനയും മഹാരാഷ്ട്രയിലെ തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്നുള്ളത് BJPക്ക് വളരെ നിർണായകമാണ്. മാത്രമല്ല പ്രതിപക്ഷത്തിന് ഇത് നിർണായകമാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര വ്യക്തമായ മാർജിനോടെ അവർക്ക് പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള മോദി സർക്കാർ ചിലപ്പോൾ 5 വർഷം തികയത്തില്ല. അത് വ്യക്തമാണ്. മഹാരാഷ്ട്രയും ജാർഖണ്ഡും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം വിജയിക്കുകയാണെങ്കിൽ ഈ മോദി സർക്കാർ, മൂന്നാം മോദി സർക്കാർ ചിലപ്പോൾ 5 വർഷം തികയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികൾക്കും രണ്ട് മുന്നണികൾക്കും വളരെ നിർണായകമാണ് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെ നിയമസഭാ ഇലക്ഷൻ. ഇപ്പോൾ ഈ രണ്ട് പൊതു ഇലക്ഷൻ്റെയും എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനും അതിനുശേഷം നടന്ന ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷനകത്തും എക്സിറ്റ് പോളുകൾക്ക് ഓപ്പോസിറ്റായിട്ടാണ് ജനവിധി വന്നിട്ടുള്ളത്. എക്സിറ്റ് പോളുകൾ പലപ്പോഴും BJPയെ സഹായിക്കാനുള്ളതായിരുന്നു. ഹരിയാന ഇലക്ഷൻ്റെ സമയത്തായിരുന്നെങ്കിൽ BJP അധികാരത്തിൽ എത്തില്ല എന്നായിരുന്നു എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. പക്ഷേ അവസാനം അധികാരത്തിൽ വന്നത് BJP ആയിരുന്നു. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സുപ്രധാനമായ ചോദ്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എക്സിറ്റ് പോളുകളെ അവഗണിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. എന്തായാലും നിലവിലത്തെ രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും എക്സിറ്റ് പോളുകൾ നടപ്പിലാക്കി കഴിഞ്ഞു. അതിപ്പോൾ ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് അവസാന ശേഷം ഈ കഴിഞ്ഞ അരമണിക്കൂറിൽ ഓരോന്നോരോന്ന് പുറത്ത് വന്നിട്ടുമുണ്ട്. അത് പരിശോധിക്കുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും BJPയുടെ സഖ്യം, BJP നേതൃത്വം നൽകുന്ന സർക്കാരുകൾ അധികാരത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ വഴി പ്രവചിക്കുന്നത്. നമുക്ക് ഓരോ എക്സിറ്റ് പോൾ നോക്കുമ്പോഴത്തേക്കും മട്രീസ് AVP മഹാരാഷ്ട്രയിൽ അവർ എക്സിറ്റ് പോൾ പ്രകാരം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: BJP സഖ്യത്തിന് 150 മുതൽ 170 വരെ സീറ്റും, കോൺഗ്രസ് സഖ്യത്തിന് 110 മുതൽ 130 വരെ സീറ്റും, മറ്റ് പാർട്ടികൾക്ക് 8 മുതൽ 10 വരെ എന്നാണ് അവർ പറയുന്നത്. ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്ന കാര്യം വെച്ചാൽ 152 മുതൽ 160 സീറ്റ് വരെ BJP സഖ്യത്തിനും 130 മുതൽ 138 സീറ്റ് വരെ കോൺഗ്രസ് സഖ്യത്തിനും എന്നാണ് പറയുന്നത്. മറ്റ് പാർട്ടികൾക്ക് 6 മുതൽ 8 വരെ എന്നാണ് പറയുന്നത്. പോൾ ഡയറി പ്രവചിക്കുന്നത് 122 മുതൽ 186 സീറ്റ് വരെ BJPക്കും 69 മുതൽ 121 വരെ കോൺഗ്രസ് സഖ്യത്തിനുമെന്നാണ്. 12 മുതൽ 29 സീറ്റ് വരെ മറ്റ് പാർട്ടികളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അവർ പറയുന്നുണ്ട്. PMark പറയുന്നത് 137 മുതൽ 157 വരെ സീറ്റാണ്. 126 മുതൽ 140 വരെ സീറ്റ് കോൺഗ്രസിനും 137 മുതൽ 157 വരെ സീറ്റ് BJP സഖ്യത്തിനും 126 മുതൽ 146 വരെ കോൺഗ്രസ് സഖ്യത്തിനുമാണ്. 2 മുതൽ 8 വരെയാണ് മറ്റ് പാർട്ടികൾ പ്രവചിക്കുന്നത്. അങ്ങനെ ABP ന്യൂസ് നിലവിലത്തിൽ പറയുന്ന കാര്യം, മഹാരാഷ്ട്ര എക്സിറ്റ് പോൾ പ്രവചിച്ച് പറയുന്ന കാര്യം 152 സീറ്റായിരിക്കും BJP സഖ്യത്തിന്. BJP, ശിവസേന ഷിൻഡെ വിഭാഗം, പിന്നെ NCP അജിത് പവാർ വിഭാഗം, ഇവർക്ക് 3 പേർക്കൂടെ ചേർന്ന് 152 വരെ സീറ്റും,
മഹാവികാസ് അഘാഡിയായ കോൺഗ്രസ് സഖ്യത്തിന് കോൺഗ്രസ്, പിന്നെ ശിവസേന, ഉദ്ധവ് ഠാക്കറെ വിഭാഗം, പിന്നെ NCP ഔദ്യോഗിക വിഭാഗം, ശരത് പവാറിൻ്റെ ഔദ്യോഗിക വിഭാഗം, ഇവർക്ക് മൂന്നുപേർക്ക് ചേർന്ന് 126 വരെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു പാർട്ടികൾക്ക് 10 വരെ സീറ്റുമാണ് അവർ പ്രവചിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ലോക്പോൾ കൂടി പ്രവചിക്കുന്നുണ്ട്. ലോക്പോൾ പറയുന്നത് മഹാവികാസ് അഘാഡി കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ സഖ്യം മഹാവികാസ് അഘാഡി അധികാരത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. ലോക്പോൾ സർവേ പ്രകാരം, മെഗാ ലോക്പോൾ സർവേ മഹാരാഷ്ട്രയിൽ 151 മുതൽ 162 സീറ്റ് വരെ മഹാവികാസ് അഘാഡിക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. 43 മുതൽ 46% വരെ വോട്ട് BJP സഖ്യമായ മഹായുതിക്ക് 115 മുതൽ 128 വരെ മാത്രമേ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. മറ്റു പാർട്ടികൾക്ക് 5 മുതൽ 14 വരെ എന്നാണ് ലോക്പോൾ പ്രവചിക്കുന്നത്. സത്താ ബസാർ പ്രവചിക്കുന്നത് 138 മുതൽ 141 സീറ്റ് വരെയാണ് മഹാരാഷ്ട്രയിൽ പ്രവചിക്കുന്നത്. അവിടെ സത്താ ബസാറിൻ്റെ പ്രവചനം അനുസരിച്ച് മഹാരാഷ്ട്രയിൽ ഒരൊറ്റ പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യത, ഒരൊറ്റ മുന്നണിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും എല്ലാ പ്രവചനവും പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയിൽ ഒരു തൂക്കസഭ വരാനുള്ള സാധ്യത വളരെ വലുതാണ്. 2 പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികൾ രണ്ടായിട്ട് വിഭജിച്ച് 2 പാർട്ടികളായിട്ടാണ് മത്സരിക്കുന്നത്, ശിവസേനയും NCP. അതുകൊണ്ട് തന്നെ വോട്ടുകളിൽ വിള്ളലുണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ്. ആ വിള്ളൽ മൂലം മഹാരാഷ്ട്ര ചിലപ്പോൾ ഒരു തൂക്ക് മന്ത്രിസഭ വരാനുള്ള സാധ്യത കൂടി വളരെ വലുതാണെന്നും ഇപ്പോൾ ഈ സംഭവത്തിൽ എക്സിറ്റ് പോളുകളെ അനുമാനിച്ചുകൊണ്ട് വിദഗ്ധർ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമായിരിക്കും പുറത്തു വരിക. BJP ചിലപ്പോൾ നേരത്തെ നടത്തിയ പോലെ തന്നെ ഒരു ഓപ്പറേഷൻ താമര നടത്തി വീണ്ടും അധികാരത്തിൽ ഏറാനുള്ള സാധ്യത കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ന് മുകളിൽ മറ്റു പാർട്ടികൾക്ക്, എന്നുവെച്ചാൽ മഹാവികാസ് അഘാഡിക്കും മഹായുതിക്കും പുറത്തുള്ള മറ്റു പാർട്ടികൾ CPIM, സമാജ്വാദി പാർട്ടി പോലുള്ള മറ്റു പാർട്ടികൾക്ക് ഇപ്പോൾ സീറ്റിൽ പ്രവചിക്കുന്നുണ്ട്. പിന്നെ പ്രകാശ് അംബേദ്കറിൻ്റെ ബഹുജൻ വഞ്ചിത് പാർട്ടിക്കും അങ്ങനെ സീറ്റിൽ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീറ്റുകൾ വളരെ നിർണായകമായിരിക്കും. CPIM എന്തായാലും NCPക്കൊപ്പമായിരിക്കും, NCP ശരത് പവാറിനൊപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ മഹാവികാസ് അഘാഡിക്കായിരിക്കും ഇലക്ഷന് ശേഷം അവർ വ്യക്തമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കാൻ പോവുക. നിലവിലെ സാഹചര്യത്തിൽ മഹാവികാസ് അഘാഡിയിൽ CPIM അംഗമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും BJP അധികാരത്തിൽ നിന്ന് അകറ്റുക എന്ന ഒറ്റ ലക്ഷ്യമായിട്ടാണ് മഹാരാഷ്ട്രയിൽ CPIM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന സീറ്റുകളിൽ ആ പിന്തുണ എന്തായാലും മഹാവികാസ് അഘാഡിക്ക് തന്നെയായിരിക്കും. അവൾ ഇപ്പോൾ നിലവിലത്തെ രീതിയിൽ സഖ്യത്തിൽ അംഗമല്ല. എന്നിരുന്നാൽ പോലും അത് BJPക്ക് വിരുദ്ധമായ നിലപാടായിരിക്കും അവിടെ CPIM എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അടുത്ത സർക്കാരിനെ തീരുമാനിക്കാൻ പോകുന്നത് CPIM ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇലക്ഷന് ഫലം പുറത്തു വരട്ടെ. 23-ാം തീയതി എല്ലായിടത്തെയും പാലക്കാട്ടെയും വയനാട്ടിലെയും ചേലക്കരയിലും മാത്രമല്ല മഹാരാഷ്ട്രയിലെയും ഇലക്ഷൻ ഫലം പുറത്തു വരും. അന്ന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ എക്സിറ്റ് പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലത്തെ എക്സിറ്റ് പോൾ അനുസരിച്ച് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതിക്ക് BJP, ശിവസേന, ഷിൻഡെ വിഭാഗം, NCP, അജിത് പവാർ വിഭാഗം ഇവർക്കാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു തൂക്ക് മന്ത്രിസഭ വരാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇനി ജാർഖണ്ഡിലേക്ക് വരുന്ന സമയത്ത് ജാർഖണ്ഡിൽ BJPക്കാണ് സാധ്യത എന്നാണ് കുറേ പേർ പറയുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യത്തിന് സാധ്യത ഉണ്ടെന്ന് പറയുന്ന പോളുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ജാർഖണ്ഡിൽ ABP മാട്രിക്സിൻ്റെ പോൾ പ്രകാരം NDAക്ക് 42 മുതൽ 47 വരെ സീറ്റും ഇന്ത്യ സഖ്യത്തിന് 25 മുതൽ 30 വരെ സീറ്റുമാണ് അവർ പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നത് NDAക്ക് 44 മുതൽ 51 വരെ സീറ്റും ഇന്ത്യ സഖ്യത്തിന് 25 മുതൽ 37 വരെ സീറ്റുമാണ്. ചാണക്യ പ്രവചിക്കുന്നത് 45 മുതൽ 50 വരെയാണ് NDAക്കും ഇന്ത്യ സഖ്യത്തിന് 35 മുതൽ 38 വരെ. മറ്റുള്ളവർക്ക് 3 മുതൽ 5 വരെയുമാണ് അവരുടെ പ്രവചനം. JVCയുടെ പ്രവചന പ്രകാരം NDAക്ക് 40 മുതൽ 44 വരെ സീറ്റും ഇന്ത്യ സഖ്യത്തിന് 30 മുതൽ 40 വരെ സീറ്റുമാണ് പ്രവചിക്കുന്നത്. JVCയുടെ പ്രവചന പ്രകാരം ജാർഖണ്ഡിൽ തൂക്കുസഭ വരാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. സത്താ ബസാറിനകത്ത് BJPക്ക് വ്യക്തമായ മേധാവിത്വമാണ് ജാർഖണ്ഡിൽ പറയുന്നത്. 45-ന് മുകളിൽ 47 വരെ സീറ്റ് അവർ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ലോക്പോളിൻ്റെ സർവേ പ്രകാരം ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം വരുമെന്നാണ് പറയുന്നത്. ഇന്ത്യ വളരെ അടുത്ത ചെറിയ വ്യത്യാസത്തിനായിരിക്കും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. 41 മുതൽ 44 വരെ സീറ്റ് ഇന്ത്യ സഖ്യത്തിനും BJPയുടെ സഖ്യത്തിനും 36 മുതൽ 39 വരെ സീറ്റുമാണ് പ്രവചിക്കുന്നത്. മറ്റു പാർട്ടികൾക്ക് 3 മുതൽ 4 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. 81 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ 41 കേവല ഭൂരിപക്ഷം. കേവല ഭൂരിപക്ഷം കോൺഗ്രസിന് എത്തുമെന്നാണ്, കോൺഗ്രസ് ജാർഖണ്ഡ് മുക്തി മോർച്ച JMM കോൺഗ്രസ് സഖ്യത്തിന് എത്തുമെന്നാണ് അവരുടെ പ്രവചനം. ആക്സിസ് മൈ ഇന്ത്യ ജാർഖണ്ഡിന് വേണ്ടി മാത്രമായിട്ട് സെക്ടറുകളെ തിരിച്ച് ഒരു സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേ പ്രകാരം കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ സഖ്യം ജാർഖണ്ഡിൽ അധികാരത്തിൽ വരുമെന്നാണ് ആക്സിസ് മൈൻ്റെ പ്രവചിക്കുന്നത്. അവർ ഓരോ റീജിയനായിട്ട് തരംതിരിച്ചാണ് അവർ സർവേ നടത്തിയത്. അതിൽ പലാമു റീജിയനിലെ 9 സീറ്റിൽ
ഇന്ത്യ സഖ്യത്തിന് 5 വരെ സീറ്റും NDAക്ക് BJP സഖ്യത്തിന് 3 വരെ സീറ്റുമാണ് അവർ പ്രവചിക്കുന്നത്. കോലാൻ റീജിയനിലെ 14 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് 9ഉം BJP സഖ്യത്തിന് 5ഉമാണ് അവർ പ്രവചിക്കുന്നത്. പിന്നെ സൗത്ത് ഛോട്ടാ നാഗ്പൂർ റീജിയനിൽ 15 നിയമസഭാ സീറ്റുകളാണുള്ളത്. അവിടെ 12 സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. പിന്നെ സന്താൽ പർഗാന റീജിയനിൽ 18 സീറ്റാണുള്ളത്. ആ 18ൽ ഇന്ത്യ സഖ്യത്തിന് 15 സീറ്റും ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നോർത്ത് ഛോട്ടാ നാഗ്പൂർ റീജിയൻ അവിടെയാണ് 25 സീറ്റുള്ളത്. അവിടെ 12 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും BJPയുടെ സഖ്യത്തിന് 11 സീറ്റുമാണ് അവർ പ്രവചിക്കുന്നത്. ജാർഖണ്ഡിലെ പ്രാദേശിക പാർട്ടിയായ JLKMന് ഏകദേശം 2 വരെ സീറ്റ് ലഭിക്കാൻ സാധ്യത. ജാർഖണ്ഡ് ലോക് താന്ത്രിക് ക്രാന്തികാരി മോർച്ച എന്ന JLKMന് 2 വരെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 53 വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. 25 വരെ സീറ്റുകൾ BJP സഖ്യത്തിനും മറ്റു പാർട്ടികൾക്ക് ഏകദേശം 4ഓളം സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ ജാർഖണ്ഡ് പ്രവചന പ്രകാരം പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആക്സിസ് മൈ ഇന്ത്യയും ലോക്പോളും പ്രവചിക്കുന്നത് BJP സർക്കാരല്ല അധികാരത്തിൽ വരാൻ പോകുന്നത്, കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നാണ് അവർ പ്രവചിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഏകദേശം അടുത്ത് നിന്ന് പ്രവചനം നടത്തിയ ലോക്പോളായിരുന്നു. ലോക്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസിയാണെന്നുള്ള ആക്ഷേപം നേരിട്ട ഏജൻസിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ പ്രവചനം ഏകദേശം കറക്റ്റായിരുന്നു. പക്ഷേ ഹരിയാന എത്തിയപ്പോഴത്തേക്കും അവരുടെ പ്രവചനം പാളിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ലോക്പോളിൻ്റെ പ്രവചന പ്രകാരം കോൺഗ്രസ് 2 സംസ്ഥാനത്തിലും അധികാരത്തിൽ വരും. കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം 2 സംസ്ഥാനത്തിലും അധികാരത്തിൽ വരുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ ജാർഖണ്ഡിൽ കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് പ്രവചിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും അധികം ആളുകളും പ്രവചിക്കുന്നത് BJPയുടെ സഖ്യം, BJP സഖ്യ സർക്കാരുകൾ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും അധികാരത്തിൽ വരുമെന്നാണ്. സത്താവസർ മാത്രമാണ് മഹാരാഷ്ട്രയിൽ തൂക്ക് മന്ത്രിസഭ പ്രവചിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും BJPക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ള. മികച്ച സാഹചര്യം ഉണ്ടായിട്ടും കോൺഗ്രസിന് അത് മുതലാക്കാൻ സാധിച്ചില്ല എന്നാണ് മിക്കവാറുമുള്ള എല്ലാ എക്സിറ്റ് പോളുകളും വ്യക്തമാക്കുന്നത്. പക്ഷേ എക്സിറ്റ് പോളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ എക്സിറ്റ് പോൾ തൊട്ട് എക്സിറ്റ് പോളുകൾക്ക് നല്ല കാലമല്ല. പലപ്പോഴും പ്രവചനം പാളിപ്പോകാറുണ്ട്. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാം. 23-ാം തീയതി അറിയാം ആരായിരിക്കും മഹാരാഷ്ട്ര ഭരിക്കാൻ പോകുന്നതും ആരായിരിക്കും ജാർഖണ്ഡ് ഭരിക്കാൻ പോകുന്നതും. നിലവിലത്തെ സാഹചര്യത്തിൽ എക്സിറ്റ് പോൾ പ്രകാരം BJPക്കാണ് മഹാരാഷ്ട്ര കൽപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം ചിലപ്പോൾ ഭരണം നിലനിർത്താനുള്ള സാധ്യത ഉണ്ടെന്നും എക്സിറ്റ് പോൾ പറയുന്നുണ്ട്.